ഹലോ കൂട്ടുകാരെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു തേങ്ങാ ചിക്കൻ തയ്യാറാക്കിയല്ലോ. നല്ലൊരു ഫ്ലേവറോട് കൂടിയുള്ള വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യമേ തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യമേ തന്നെ ചൂടാക്കാൻ വേണ്ടി വെക്കുകയാണ്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ പൊടിയൊന്ന് വറുത്തെടുക്കണം കേട്ടോ. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി. അപ്പം ഇവിടെ നല്ലൊരു മണം വരുന്നുണ്ട്. ആ ഒരു പച്ച മണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ പൊടി മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് എടുത്തിരിക്കുന്നത് ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിരിക്കുന്നതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ബോൺലെസ് ആയിട്ട് വേണമെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ബോണോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ പൊടി ഉണ്ടല്ലോ, മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ ഇതിനകത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ ഇതിനകത്തേക്ക് ചെറിയൊരു പുളിക്ക് വേണ്ടി നാരങ്ങാ നീരോ വിനാഗിരിയോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നാരങ്ങാ നീരാണെങ്കിൽ ഒരു നാരങ്ങയുടെ നീര് മൊത്തം ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അവിടെ മാറ്റി വയ്ക്കാം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കുക. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാടൻ കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കാൻ ഇട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അത് നല്ലതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആകുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കണം. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആകാൻ മതി, ഒത്തിരി അങ്ങോട്ട് വറുത്ത് പോകണ്ട കേട്ടോ. ഒന്ന് കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ് വേണം എടുക്കാൻ. അപ്പോൾ അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി നമ്മുടെ സവാളയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതും കൂടി ചേർത്ത് ക്രഷ് ചെയ്ത് ചേർത്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പച്ചമുളക് മൊത്തത്തിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതൊക്കെ ഇഷ്ടം എരിവ് എങ്ങനെ വരണമെന്നൊക്കെ അനുസരിച്ചിട്ടാണ്. പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞു കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ചിക്കനും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിവിടെ നല്ലതുപോലെ വഴറ്റി എല്ലാം കൂടി നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇതിനകത്ത് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും. അതിനുശേഷം ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടി കരിയാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് ചിക്കൻ ഒന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ. അഥവാ നിങ്ങൾക്ക് വെള്ളം വേണമെന്ന് തോന്നുവാണെങ്കിൽ കയ്യിലൊന്ന് വെള്ളം തളിച്ച് കൊടുത്താൽ മതി. അപ്പം അടച്ച് വെച്ച് നമ്മൾ ഇളക്കി ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ലാസ്റ്റ് അതിനകത്തേക്ക് ചിക്കനൊക്കെ വെന്ത് കഴിയുമ്പോൾ കുറച്ച് നമ്മുടെ മല്ലിയിലയും കൂടി തൂവിക്കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല തേങ്ങയുടെയൊക്കെ ഫ്ലേവറാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.